ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3-4 ദിവസമായി നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും നമ്മൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ഡെയിലി നൈറ്റ് സെൻസർ ഉണ്ടാക്കാൻ പോവാണ്. അതിനു മുമ്പ് ഈ ഒരു ഡെയിലി നൈറ്റ് സെൻസർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിന്ന് നെതറിപ്പോവും. അതെ ഗൈസ്, ഈ ഒരു ലൈറ്റിന് വേണ്ടി മാത്രം ഞാൻ നെതറിൽ പോകാൻ പോവാണ്. പിന്നെ നമുക്ക് നെതറല്ലേ എപ്പോഴും യൂസ്ഫുള്ളാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഡയമണ്ട് പിക്കാക്സൊക്കെ എടുത്ത് ഫുൾ അയൺ ടൂൾസൊക്കെ ആക്കി നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ സ്പോണായ ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇവിടെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ ഒബ്സൈഡിയം വെച്ചിട്ട് ഇവിടെ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെ തന്നെ നമ്മുടെ പോർട്ടൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്രൈങ് ഒബ്സീഡിയം കളയണം. അതുപോലെ ഇവിടെയുള്ള കുറച്ച് ഈ ബ്ലോക്സൊക്കെ മാറ്റി ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഇതിനെ മാറ്റാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ക്രൈങ് ഒബ്സീഡിയൻ എന്തായത് കണ്ടോ, ഇത് ക്രൈങ് ഒബ്സീഡിയൻ ആണെന്നാണ് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് വെച്ച് നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. ഈ ഡയമണ്ട് പിക്കാക്സിൻ്റെ കഥ വലിയൊരു കഥയാണ് ഗേസ്. കാരണം ഒത്തിരി നേരം മൈൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഇതെന്താ ഒബ്സീഡിയൻ, ഈ ഒരു ഒബ്സീഡിയനൊക്കെ നമ്മൾ മൈൻ ചെയ്ത് ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ നമുക്ക് ഒബ്സീഡിയൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആ ഒബ്സീഡിയനും കൂടെ എടുത്ത് നമ്മൾ ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെക്കും. അപ്പം അത് സെറ്റായിക്കോളും. ഇനി അതുപോലെ മേലെ വെക്കണം. അപ്പം എൻ്റെ ബ്ലോക്സ് ഈ ഒബ്സീഡിയൻ ഇല്ല സത്യത്തിൽ. ഇനി ഞാൻ ഒബ്സീഡിയൻ ഒപ്പിക്കണം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകണം. അപ്പം നമ്മളിത് ഇതുണ്ടോ, ഇവിടെ സൈഡിൽ സ്ക്വിഡ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഈ ഒരു ലാവയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു, പക്ഷേ ഒബ്സൈഡിൻ ആയില്ല. അപ്പം പണി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഒന്നും കൂടെ ഇപ്പുറത്തെ സൈഡിൽ ലാവയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ആ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അവിടെ നടുക്ക് വെള്ളം ഒഴിച്ചു. അപ്പോൾ നമുക്കൊരു കോബിൾ സ്റ്റോണും ഒരു ഒബ്സീഡിയൻ കിട്ടിയല്ലോ. അത് മതിയെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങ് പൊട്ടിച്ചങ്ങ് എടുത്ത്. ഇനി കിട്ടിയ ഒബ്സീഡിയൻ എടുത്ത് നമ്മളിങ്ങനെ ഇവിടെയും കൂടെ വെച്ച് നമ്മൾ നമ്മുടെ പോർട്ടൽ പകുതി സെറ്റ് ചെയ്ത് ഇനി നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നൈറ്റായി. അപ്പം നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് മൈനിങ്ങിന് പോകണം കേസ്. അതാണ് വലിയൊരു പണിയുള്ളത്. ആദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള ചവറെല്ലാം എടുത്ത് നമ്മുടെ ചെസ്റ്റിലേക്ക് വെച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് പോവാം. അപ്പം നമുക്ക് ഫുഡ് കാണാമല്ലേ. ഫുഡിന് വേണ്ടി ഞാൻ എൻ്റെ ചെസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ കേസ്, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാലും വീറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാലും വീറ്റല്ല, പൊട്ടറ്റോ അല്ല, മറ്റേ ബീട്രൂട്ടൊക്കെ കഴിച്ചാലും ഒന്നും കിട്ടത്തില്ല. ഹങ്കറൊന്നും കൂടാനും കൂടത്തുമില്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ക്യാരറ്റുള്ളതങ്ങ് എടുത്ത് അത് കഴിഞ്ഞ് നമ്മുടെ കേവിൻ്റെ അടുത്ത് നമ്മൾ മൈനിങ് ഏരിയ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഞാൻ കുഴിച്ച് പോയപ്പോൾ കിട്ടിയിട്ട് ഞാൻ ഓൾറെഡി കണ്ടൊരു കേവാണ് കേട്ടോ. പക്ഷെ ഭയങ്കര വലിയ കേവായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല. ഇപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ലാവ ഉണ്ടായതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടെ പെയ്യെ പോയിട്ട് ആ ലാവ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നേരം എടുത്തു ഞാൻ ഈ സൈഡിലോട്ടൊന്ന് എത്താൻ വേണ്ടി. കാരണം പെയ്യെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അത്രയും പേടിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നമുക്കിങ്ങനെ പില്ലർ ചെയ്ത് നമുക്ക് പോയിട്ട് ആ ഒരു ലാവ തുടങ്ങുന്നിടം പോയിട്ട് ഒപ്പിക്കാം. എടുക്കാം ബക്കറ്റിൽ. മോനെ ചത്ത്. എനിക്ക് അപ്പോഴേ ഉണ്ടായിരുന്നു മനസ്സിൽ പോയ പണി കിട്ടുമോ, ഞാൻ കയറി ചെല്ലുമ്പം അതിൻ്റെ സൈഡിലാവുമെന്ന്. പക്ഷെ ഞാൻ കയറി ചെന്ന് പണി കിട്ടി. എന്തായാലും കുഴപ്പമില്ലെന്നല്ല, എൻ്റെ അയൺ പിക്കാക്സ് സാധനങ്ങളൊക്കെ പോയി. അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും നമ്മൾ സ്പോണായത് ഇവിടെയാണ്. ഞാനാണെങ്കിൽ ഒന്നും നോക്കിയില്ല, പില്ലർ ചെയ്ത് ഉള്ള ബ്ലോക്കൊക്കെ പൊട്ടിച്ചെടുത്ത് ചത്തു. ഞാൻ പിന്നെയും വന്നപ്പോൾ ബ്ലിങ്ക് ആയിപ്പോയി. കാരണം ഞാൻ എവിടെയാണോ ചത്തത് അവിടെ തന്നെയാണ് വീണ്ടും സ്പോൺ ആയത്. കാരണം എൻ്റെ ആദ്യത്തെ ഒരു സ്പോൺ ഏരിയ ആയിരുന്നു അത്. പിന്നെ ഞാനാണെങ്കിൽ ഒന്നും കൂടെ കരഞ്ഞ് വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ എവിടെയോ കണ്ട പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ സൈഡിൽ കൂടെ പോയപ്പോൾ എനിക്കറിയായിരുന്നു ഇവിടെ നമ്മുടെ വീടുണ്ടെന്നുള്ളത്. കഴിഞ്ഞ വട്ടത്തെ പോലെ കിടന്ന് ചുറ്റേണ്ടി വന്നില്ല എന്തായാലും. അപ്പോൾ എന്തായാലും കിട്ടിയതൊക്കെ വെച്ചിട്ട് ഞാൻ ഭയങ്കര ഒരു റിവെഞ്ച് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്നോട് തന്നെ റിവെഞ്ച് എടുക്കുന്നു, അതിനും കുഴപ്പമില്ല. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ബാക്കി സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് രണ്ടാമതും
പഴയതുപോലെ സെറ്റ് ചെയ്യണം. അതായത് നമുക്ക് ടൂൾസ് കംപ്ലീറ്റ് ആക്കണം, പിന്നെ ഒരു ഡയമണ്ട് പിക്കാക്സ് വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ അയണൊക്കെ നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ സോഡും പിന്നെ നമ്മുടെ ആക്സും ഉണ്ടാക്കി. ബാക്കി 4 അയണുണ്ട്, കുഴപ്പമില്ല, അതിനൊക്കെ ഷീൽഡൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റും ബൂട്ടും ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ പാൻറ്റ് എനിക്ക് എവിടുന്നാണ്, നമ്മുടെ ആ പോർട്ടലിരുന്ന ആ ഒരു ചെസ്റ്റ് ഉണ്ടല്ലോ, ആ ചെസ്റ്റിൽ നിന്ന് കിട്ടിയതായിരുന്നു. ചുമ്മാ ഇരിക്കട്ടെ, ഇനിയിപ്പം എൻ്റെ കൂടുതൽ അയണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഒന്നും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി അവിടെ പോയി എല്ലാത്തിനും ഞാൻ കൊന്ന് വിട്ട് വീഴ്ത്തും. അവന്മാരല്ല എന്നെ കൊന്നത്, ലാവയാണ്, എന്നാലും നമുക്കങ്ങനെയൊക്കെ അങ്ങ് പറയാം. ഇനി നമുക്ക് കുറച്ച് ടെമ്പററി ബ്ലോക്കൊക്കെ എടുത്തേക്കാം. കാരണം ഞാൻ തുമ്പ ചത്തത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഡേർട്ടൊക്കെ വെച്ച് പക്ഷെ ഒന്നും നടന്നില്ല. ഇവനിപ്പോൾ ആ ബക്കറ്റ് വെച്ച് ഞാനൊന്ന് എടുത്തെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും രക്ഷപ്പെടിക്കാൻ പറ്റുമായിരുന്നേനെ. പക്ഷെ കുഴപ്പമില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡ് വേണം. നമുക്കവിടെ ഒഴിക്കാനും, അല്ലെങ്കിൽ ഒഴിക്കാൻ മീൻസ് നമുക്ക് ബക്കറ്റിൽ വെള്ളം വേണം. വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് ഇരിക്കട്ടെ എന്നുള്ള രീതി ഞാൻ എടുത്തതാണ്. അപ്പം എന്തായാലും നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി വീണ്ടും നമുക്ക് കേവിൽ പോവാം. അവിടെ പോയി നമുക്ക് എന്തായാലും ലാവ എടുക്കണം. ഓക്കെ, നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തോ പറയാനല്ലേ ഗൈസ്, എല്ലാം പോയി. വേണ്ട, അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കണ്ട. നമ്മൾ വെള്ളം അങ്ങ് എടുത്തങ്ങ് ഒഴിച്ച് പൊട്ടത്തരം അല്ലാതെ ഒന്നും ചെയ്യത്തില്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ എന്തായാലും പൊട്ടത്തരം കാണിച്ച് മതിയായല്ലോ, മതിയായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ആ ഒരു തുടങ്ങുന്ന ആ ഒരു പോർഷനിൽ നിന്ന് കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്ത് ബക്കറ്റിൽ അതങ്ങ് എടുക്കാൻ പറ്റുമോ നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമല്ലേ. എന്തുവാ പറയുന്നത് എനിക്കും അറിയത്തില്ല, എന്തുവാ കാണുന്നതെന്ന് നിങ്ങൾക്കും അറിയത്തില്ല, എന്ത് ചെയ്യാനല്ലേ ഗൈസ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ അവിടെ എന്താണ്ടൊക്കെ നമ്മളത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തോ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, ചുമ്മാ അങ്ങ് എന്താണ്ടൊക്കെ ചെയ്യുവാണ്. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ അവിടുത്തെ ബ്ലോക്കൊക്കെ മാറ്റി, എനിക്കറിയത്തില്ല, ഞാൻ എന്തോ ആ ഭാഗത്തുനിന്ന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ എടുത്ത് അവിടെ ആ വെള്ളം അങ്ങ് ഒഴിച്ച് കേസ്. ഞാൻ ബക്കറ്റിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ ആ ബക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പറഞ്ഞിട്ട് കാര്യമില്ലതാ, പോകുന്ന പോക്ക് കണ്ടോ നമ്മുടെ ലാവ. ഞാനാണെങ്കിൽ പുറകെ നടന്നെടുക്കാൻ നോക്കുവാണ്, പക്ഷേ കിട്ടുന്നില്ല. മാത്രമല്ല വെട്ടം കുറഞ്ഞ് വരുമായിരുന്നു. ആകെ എൻ്റെ കുറച്ച് ലൈറ്റേ ഉള്ളൂ. പിന്നെ തിരിച്ചു പോയി കുറച്ച് ലൈറ്റ് അങ്ങ് ഒപ്പിച്ച് നമ്മുടെ കേവിലുണ്ടായിരുന്ന നമ്മുടെ മൈനിങ് ഏരിയയിൽ നിന്നുണ്ടായിരുന്ന ലൈറ്റൊക്കെ അങ്ങ് ഒപ്പിച്ചിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ പോയി നമുക്ക് ലാവ ഇനി ഒപ്പിക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് അയൺ കിട്ടി. ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഈ അയണൊക്കെ എടുത്ത് നമുക്ക് അങ്ങനെ കുറച്ച് അയണും കൈ കിട്ടിക്കോട്ടെ, അതിപ്പോൾ ലാഭമാവുമല്ലോ. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ അങ്ങ് പോയിട്ട് നമുക്ക് ലാവ എടുക്കാം. ആ ഒരു സൈഡിൽ ലാവ ഉണ്ടാ, അവിടോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. സൈഡിൽ കൂടെ പില്ലർ ചെയ്ത് അതിലേ പോയി ഇതിലേ പോയി എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ഞാൻ ഈ സൈഡിലൊക്കെ എത്തി. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടി. ഇപ്പോഴും ഞാൻ പഴയതുപോലെ തന്നെ ആ ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിനകത്ത് അങ്ങ് ഒഴിക്കാൻ പോവുമായിരുന്നു. പക്ഷേ എങ്ങനെയോ ഞാൻ പെട്ടെന്നാണ് ആ ഒരു ഇൻവെൻട്രീൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പം ബക്കറ്റിൽ വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ചുമ്മാ ഒന്ന് കുഴിച്ചപ്പോൾ അവിടെ മൊത്തം റെസ്റ്റോറൻറ്റ്. ഞാൻ പിന്നെ അതൊക്കെ അങ്ങ് മൈൻഡ് ചെയ്തെടുത്ത് ഇവിടെ ആയിട്ട് ആ ഒരു വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് നമുക്ക് ആ ബക്കറ്റിൽ നമ്മുടെ ലാവ അങ്ങ് എടുക്കാം. ഇപ്പോൾ കുറച്ചൊക്കെ കണ്ടോ, ഇപ്പോൾ കുറച്ച് ഓർമ്മയൊക്കെ ഉണ്ട്. ഇനി ഈ ഒരു ലാവ അങ്ങോട്ട് എടുത്തപ്പോൾ മൊത്തം ഇരുട്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് അവിടെ ലൈറ്റ് വെച്ച് മതി, സമയം ഒത്തിരിയായി, ഇനി കിടന്നുറങ്ങാൻ സമയമായി. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും ലോങ് വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. ഇനി അത്യാവശ്യം ഇടാൻ നോക്കാം. ഇടാൻ നോക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഏതായാലും
നമുക്കിതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് കാണാം. ബാക്കി നിങ്ങളൊന്നും കാണുന്നില്ല, ആ പോർട്ടലിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കുക വേണ്ട കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.